വേനലവധിക്കാലം സുന്ദരമായ മാമ്പഴക്കാലമാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാമ്പഴക്കറിയാണ്. അപ്പൊ ഇത് നാട്ടുമാങ്ങയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം കൂടുതൽ മാവുകളും ബഡ് മാവുകളാണ് ഈ നാടൻ മാവിന്റെ മാങ്ങ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത്. നാട്ടുമാവ് എന്ന് പറയുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം നാട്ടുമാവുകൾ ഇന്ന് വളരെ കുറവാണ്. പിന്നെ ഉള്ളതൊക്കെ ബഡ് മാവുകളാണ്. അപ്പം അതിൽ നിന്നുള്ള മാങ്ങ ആയിരിക്കാം, ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പുളിയുള്ള മാങ്ങയാണ്. അപ്പൊ അത് നമ്മളത് കീറി അത് പാത്രത്തിലേക്ക് ആക്കിയാണ്. ഒരു കാലഘട്ടത്തിൽ മാമ്പഴക്കാലം വേനൽക്കാലം എന്ന് പറയുന്നതിന് കാരണം കുട്ടികൾ മാവിന്റെ ചുവട്ടിൽ നിന്ന് മാറാറേയില്ല. ഇന്ന് പക്ഷേ അങ്ങനെയുള്ള കുട്ടികളുമില്ല, അങ്ങനെയുള്ളൊരു മാമ്പഴക്കാലവുമില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ കൂടി പോകുമ്പോഴാണ് നമ്മൾ പഴയകാല കഥകളെല്ലാം ഓർത്ത് ആ റെസിപ്പികളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. പലപ്പോഴും ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെയുള്ള പ്രകൃതിയും ആ പ്രകൃതിയുടെ മനോഹാരിതയിൽ നിന്നുള്ള പാചക കൂട്ടുകളുമാണ്. നമ്മൾ ഈ മാമ്പഴക്കാലം ഏറ്റവും രുചികരവും ശ്രദ്ധേയമാവുന്നത് മാമ്പഴക്കറികൾ തയ്യാറാക്കുമ്പോഴാണ്. പലപ്പോഴും മിക്കവാറുമുള്ള ഗ്രാമീണ ഭവനങ്ങളിലെല്ലാം മാമ്പഴക്കറികൾ തയ്യാറാക്കും. അത് വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത രുചികളിൽ ഓരോ നാട്ടുദേശത്തും വ്യത്യസ്തമായ രീതിയിലാണ് മാമ്പഴക്കറികൾ വെക്കുന്നത്. മാമ്പഴക്കറികളുടെ കാലം ഒരു മനോഹര കാലമായി ഓർമ്മയിൽ നമുക്ക് ഇന്നും സ്മരിച്ചുകൊണ്ട് നമ്മുടെ പാചകത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പം മാമ്പഴമെല്ലാം കീറിയിട്ടു, അതിലേക്ക് നമ്മൾ പച്ചമുളക് കീറിയിടുകയാണ്. അത് എത്ര മാമ്പഴമുണ്ടോ അതനുസരിച്ച് പച്ച മുളക് എന്ന് കീറിയിടണം. അതിപ്പം ഒരു 5 പച്ചമുളക് കിട്ടും. അപ്പം മാമ്പഴത്തിന് നല്ല പുളി വേണം. പുളിയുള്ള മാമ്പഴമേ മാമ്പഴക്കറിക്ക് കൊള്ളത്തുള്ളൂ. അപ്പം നമ്മൾ പുളിയുള്ള മാങ്ങ എടുക്കുക, അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കും. നമ്മൾ കറിവേപ്പില ഒക്കെ പറിച്ചിടുന്നു. ഗ്രാമങ്ങളിലാവുമ്പോൾ ഇതെല്ലാം ആ തൊഴിയിൽ തന്നെ കാണും എന്നുള്ളതാണ് വസ്തുത. അപ്പം ഗ്രാമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതെല്ലാം തനത് ഗ്രാമീണ വിഭവങ്ങളെല്ലാം ആ തൊഴിയിൽ തന്നെ അതിന്റെ ചുറ്റിനും കാണുമെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂട്ടുകൾ എന്ന് പറയുന്നത് അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, പിന്നെ കടുക് പൊട്ടിക്കുന്നതിനുള്ള ചുവന്നുള്ളി, ഇത്രയുമാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം തേങ്ങ എന്ന് പറയുന്നത് അരമുറി തേങ്ങ വേണം. ചിലപ്പോൾ കുറവാണെങ്കിൽ ഒരു 1/4 മുറി, നമ്മൾ അടുത്ത മുറിയുടെ കുറച്ചുകൂടി എടുത്ത് നമ്മൾ അതുകൂടി തിരുമ്മി വെക്കുന്നത്. അപ്പം മാമ്പഴം നമ്മൾ അടപ്പയിലേക്ക് വെച്ചു. അത് പെതുക്കെ കിടന്ന് വേവണം. വെന്ത് അതിന്റെ എതിരുകളൊക്കെ വെന്ത് അതിലൂടെ ഈ എരിവൊക്കെ പിടിച്ച് അതൊരു നല്ല പരുവമാണ്. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിലും അതിന്റെ വേവ് എടുക്കും. അത് ഓരോ അടുപ്പിന്റെ കനലിന്റെ അവസ്ഥ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പം ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അരപ്പെല്ലാം അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കും. നമ്മൾ കണ്ട ഇതൊക്കെയാണ് വയ്ക്കുന്നത്. കൂടുതലും കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കറിക്കൊക്കെ നല്ല രുചി കിട്ടും. അപ്പം നമ്മൾ കടുക് മൂപ്പിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ കടുവൊക്കെ പൊട്ടിക്കുകയാണ്. കടുവൊക്കെ പൊട്ടിച്ച് ചുവന്നുള്ളി വഴറ്റിയെടുക്കുകയാണ്. അത് ചുവന്നുള്ളി വഴറ്റിയെടുക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ വേഗമാണ് നമ്മൾ ഇതിൽ കൂടി പറഞ്ഞു പോകുന്നത്. അതുപോലെ മക്കത്തുമുളക്, അല്ലെങ്കിൽ നമ്മൾ പറയും പാണ്ടിമുളക്, അത് മുറിച്ച് 2-3 ഇട്ടു. അത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അതും മൂപ്പിച്ചെടുത്തു. അപ്പം ഇതിലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയില്ല, മാമ്പഴം, വെന്ത മാമ്പഴവും ആദ്യത്തെ കൂട്ടുമെടുത്ത് നമ്മൾ ഈ ചീനിച്ചട്ടിലേക്ക് ഇട്ടു. അതിട്ടൊന്ന് ഇളക്കി. അപ്പൊ എന്തിനാണ് ഇതിന് മക്കത്തമുളകിന്റെ സ്വാദ് കൂടി ഇതേ പിടിക്കുക. അത് നല്ലപോലെ ഒന്നുകൂടെ നമ്മൾ വഴത്തിയ എണ്ണയിലൊന്ന് പിടിച്ചെടുക്കുക. ഇതെല്ലാം കറിക്ക് ഒരു സ്വാഭാവിക രുചിക്ക് മേൽ രുചി തരും എന്നുള്ളതാണ് വസ്തുത. നല്ലപോലെ തിളയ്ക്കുന്ന ഇത് നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കും. കാരണം നമ്മൾ അതിലേക്ക് അരയ്ക്കുന്ന അരപ്പ് നമ്മൾ തിളപ്പിക്കത്തില്ല. അത് അനന്ന് വാങ്ങുക എന്ന് പറഞ്ഞ പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടു. ഈ എണ്ണയും ഈ ചുവന്നുള്ളിയും എല്ലാം കൂടെ മാമ്പഴത്തിലൊക്കെ പിടിച്ചു. നല്ല ഒരു അവസ്ഥയിലാവുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കും. ഉപ്പപ്പം ആവശ്യാനുസരണം ചേർത്തു. അപ്പൊ ഇതെല്ലാം വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ മാമ്പഴക്കറി ചെയ്യാം. അതിൽ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനിയും അരപ്പരച്ചത് ചേർക്കുകയാണ്. അപ്പം അരപ്പരച്ചത് ഇതിലേക്ക് നമ്മൾ ചേർത്തു. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കും. അത് ഇനി നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. തിളക്കരുത്. തിളച്ചാൽ അതിന് രുചി വേറൊരു രീതിയായിരിക്കും. നമ്മൾ മോര് പൊട്ടിപ്പോകുന്ന പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ തിളയ്ക്കത് ചെറിയ ആനന്ദെടുക്കുകയാണ്. ഇത് തണുത്ത് അല്പനേരം കഴിഞ്ഞ് ഏകദേശം
അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും കഴിയുമ്പോഴാണ് ഈ മാമ്പഴക്കറിയുടെ യഥാർത്ഥ രുചി എന്ന് പറയുന്നത്. ഈ രുചി ആ നാവിൻ മുമ്പിലുള്ളവർ തീർച്ചയായിട്ടും ഇത് വീണ്ടും ഉണ്ടാക്കി മാമ്പഴക്കാലത്ത് കഴിക്കും. അതും ഒരു ഓർമ്മയായി എപ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യും. മാമ്പഴക്കാലമായാൽ മാമ്പഴക്കറി വെക്കാത്ത ഗ്രാമീണ ഭവനങ്ങളോ നഗരങ്ങളിലുള്ളവരോ ഇല്ലെന്നുള്ളത് തന്നെയാണ് സംശയം. കാരണം ആ മാമ്പഴക്കാലത്തിന്റെ ഓർമ്മ അവരെ വീണ്ടും വീണ്ടും ഈ കറി വെക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കും. തീർച്ചയായിട്ടും ഈ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുക. വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഓരോ ചാനലിലെ ഓരോ പരിപാടി കണ്ടിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക, കമന്റായി ഇടുക. വീണ്ടും കാണാം.